നമസ്കാരം, അമ്പിളി അനിൽകുമാറാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ ഓയിൽ ഉപയോഗിക്കുന്ന വെരിക്കോസ് വെയിൻ അൾസർ ആയിട്ടുള്ള, അതായത് മുറിവ് വന്ന് വർഷങ്ങളായി, 10 വർഷമായി, 15 വർഷമായി ഉണങ്ങാതിരിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ഓയിൽ ഉപയോഗിക്കുമ്പം യാതൊരു കാരണവശാലും മുറിവിൽ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട. മുറിവിൻ്റെ തൊട്ട് ഏരിയകളിലെല്ലാം നല്ല രീതിയിൽ എണ്ണ അപ്ലൈ ചെയ്യുക, ലൈറ്റ് പ്രഷറിൽ മസാജ് ചെയ്യുക. സ്വന്തം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ മറ്റൊരാൾ ചെയ്തു തരുമ്പം അവരുടെ നഖം എങ്ങാനും തട്ടുകയോ അവരുടെ ശ്രദ്ധക്കുറവ് മൂലം മുറിവിൽ തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് ചിലപ്പോൾ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് വേദനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു കസേരയിൽ കംഫർട്ടായിട്ടിരിക്കുക, ഒരു കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് താഴെ തൊട്ട് മേലെ അരക്കെട്ട് വരെ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുക, ലൈറ്റായിട്ട് മസാജ് ചെയ്യുക, ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. അതിന് ശേഷം ചൂടുവെള്ളത്തിൽ ടവൽ മുക്കി, സഹിക്കാവുന്ന ചൂടിൽ നന്നായി മുക്കി ചൂട് പിടിക്കുക. പിന്നെ ചില ആളുകൾക്ക്, അതായത് ഒരു 100-ൽ 1-2 ആളുകൾക്ക് പെട്ടെന്ന് വേദന കൂടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. അവർക്ക് ഈ മുറിവൊക്കെ ഉള്ളപ്പം മരവിപ്പായിരിക്കും, ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പം വേദന കൂടുമ്പം യാതൊരുവിധ ടെൻഷനും വേണ്ട, ചൂട് പിടിക്കുന്നത് ഒഴിവാക്കുക. ചൂടുവെള്ളത്തിൽ ഓയിലെല്ലാം വൃത്തിയായി കഴുകി വൃത്തിയാക്കുക. മുറിവ് എല്ലാ ദിവസങ്ങളിലും കഴുകി വൃത്തിയാക്കുക. നിങ്ങൾ ഓയിൽമെൻറ്റ് എന്തെങ്കിലും ഉപയോഗിക്കേണ്ടത് അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂടുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള കറുപ്പ് പാടുകളെല്ലാം മാറിക്കിട്ടുകയും മുറിവ് ഉണങ്ങാനുള്ള സാധ്യത എളുപ്പത്തിലാക്കുകയും ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ ഓയിൽ ഉപയോഗിക്കുക, നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മുറിവ് ഉണക്കിയെടുക്കാനും ഈ വെരിക്കോസ് വെയിൻ അൾസർ എന്നുള്ളതിനെ യാതൊരു ഭയവുമില്ലാതെ അതിനെ നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്.